ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റൈൻ എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. രാവിലെ തന്നെ ഹിയോൺ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ്റെ ടീച്ചർ അതുവഴി നടന്നു വരുന്ന കണ്ടിട്ട് അവൻ്റെ ടീച്ചറിനെ തന്നെ നോക്കി നിന്ന് പോകുന്നുണ്ട്. ആ സമയം ടീച്ചർ അവൻ്റെ അടുത്തേക്കൊന്ന് സംസാരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ചിന്ത മൊത്തം വേറെ സ്ഥലത്തായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ടീച്ചർ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ തിരിച്ച് ആ ഒരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചർ ഹിയോണിൻ്റെ അടുത്ത് നീ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവാണ്. അവൻ്റെ ഹാർട്ട് ബീറ്റ് നല്ല കൂടി വരുന്നുണ്ട്. ക്ലാസ്സിൽ ചെന്നിട്ട് അവൻ എങ്ങനെയൊക്കെയോ ഒന്ന് സമാധാനിച്ചിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ടീച്ചർ എന്നെ ഏത് രീതിയിലായിരിക്കും കാണുന്നത്, ഒരു സ്റ്റുഡൻ്റായിട്ടാണോ അതോ ടീച്ചറിനും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാവുമോ എന്ന്. അങ്ങനെ പിന്നീട് അവരുടെ പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ടൈമായിട്ടിരിക്കുകയാണ്. ആ ടൈമിന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഹിയോൺ അവൻ്റെ ബെഞ്ചിൽ തലയും വെച്ച് കിടക്കുമ്പോഴാണ് ദോഹ അങ്ങോട്ടേക്ക് വരുന്നത്. ദോഹേനെ കാണുമ്പോൾ എല്ലാം നീ കാരണമാണെന്ന് നമ്മുടെ ഹിയോൺ പറയുന്നുണ്ട്. ആ സമയം ദോഹ എന്ത് കാര്യം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ടേമിൻ വന്നിട്ട് രണ്ടും കൂടി എന്താ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. പെട്ടെന്ന് ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ല്, ടീച്ചർ നിങ്ങൾ രണ്ടുപേരും അന്വേഷിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ ടീച്ചർ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന് വെച്ചപ്പോൾ ടേമിൻ അതെനിക്കറിയത്തില്ല, ടീച്ചർ നിങ്ങളെ വിളിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദോഹയും പിന്നെ ഹിയോണും കൂടെ ആയിട്ട് ടീച്ചർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. അതേ ടൈമിന് ദോഹ ചോദിക്കുന്നുണ്ട് ഹിയോണിൻ്റെ അടുത്ത്, നീയല്ലേ ക്ലാസ് പ്രസിഡൻറ്റ്, അപ്പോൾ നിന്നെ കാണാനായിട്ട് ടീച്ചറെ വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന്. ആ സമയം ഹിയോൺ അത് അവിടെ പോകുമ്പോൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ടീച്ചർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ദോഹ ടീച്ചറിൻ്റെ അടുത്ത് എന്തിനാണ് ടീച്ചർ വിളിച്ചത്, ടേമിൻ പറഞ്ഞല്ലോ ടീച്ചർ നമ്മളെ വിളിച്ചെന്ന്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടീച്ചർ ഞാൻ ആകെ ഹിയോണിനെ മാത്രമേ വിളിച്ചോളൂ, നിന്നെ വിളിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ദോഹയ്ക്കൊരു സങ്കടം വരുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അവനറിയാം ഹിയോണിൻ്റെ ടീച്ചറിന് ഇഷ്ടമാണെന്ന്. അപ്പോൾ ടീച്ചറും അവനും കൂടെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദോഹയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. അതേസമയം ഹിയോണിൻ്റെ അടുത്ത് ടീച്ചറാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ചത് വേറൊന്നിനുമല്ല, നിൻ്റെ കോളേജ് അഡ്മിഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ്. നീ ഫ്രീ ആയിട്ടുള്ളപ്പോൾ എന്നെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഹിയോണും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം ടീച്ചർ പോയി കഴിയുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ ഹിയോണിൻ്റെ അടുത്ത് എനിക്കിപ്പോൾ നിനക്ക് ടീച്ചറിന് ഇഷ്ടമാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നീ ടീച്ചറിനെ നോക്കുന്ന രീതി തന്നെ നിൻ്റെ ആ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ദോഹയ്ക്കും ഇവരെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഹിയോണാണെങ്കിൽ ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ നീ എന്തിനാ സോറി പറയുന്നത്, വിഷമിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാനിപ്പോൾ നിൻ്റെ കൈയൊന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡേറ്റിംഗ് ചെയ്യാമെന്ന ഒരു ബെറ്റിലൂടെ തീരുമാനിച്ചതുകൊണ്ട് തന്നെ. ആ സമയം ഹിയോണാണെങ്കിൽ പക്ഷേ ആരെങ്കിലും കാണത്തില്ലേ, നമ്മളിപ്പോഴും സ്കൂളിലല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ദോഹ എല്ലാവരും ക്ലാസ് റൂമിലല്ലേ, ആരും ഇവിടെ പുറത്തില്ല, എനിക്ക് കൈ പിടിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ നിനക്ക് കൈ പിടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ ദോഹ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കൈ പിടിക്കുകയാണ്. എന്നാൽ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ലീസോരി വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇത് കൈ പിടിക്കുന്ന കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും മറ്റൊരിടത്തേക്ക് മാറ്റി നിർത്തിയിട്ട് സത്യം പറ നിങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗ് അല്ലേ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹയും ഹിയോണും അങ്ങനെയൊന്നുമില്ല, നീ ഇപ്പോൾ കണ്ട കാര്യം അങ്ങ് വിട്ട് കളഞ്ഞേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ലീസോരി എന്തിനു വിട്ട് കളയണം, എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗൊക്കെ എനിക്ക് കൈ പിടിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്, എന്തിനാ കൈ പിടിക്കുന്നത്, ആരെയും കാണത്തില്ലേ, എന്ത് റൊമാൻറ്റിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ അതൊന്ന് വിട്ട് കളയും, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ദോഹയുടെ മനസ്സിൽ മുമ്പേ ഒരു ചിന്തയുണ്ടായിരുന്നു, കുഞ്ഞിനെ തൊട്ടേ ലീസോരിയും പിന്നെ ഹിയോണും ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ലീസോരിക്ക് ഹിയോണിൻ്റെ അടുത്ത് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇപ്പോൾ താനും ഇവനും തമ്മിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ വിഷമത്തിലാണെന്ന്. അതുകൊണ്ടിപ്പോൾ അതാലോചിച്ചിട്ട് ദോഹ അവളുടെ അടുത്ത് സോറി പറയുന്നുണ്ട്. ആ സമയം ലീസോരി എന്നോട് എന്തിനാ സോറി പറയുന്നത്, നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അത് പിന്നെ നിനക്ക് ഇവനെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്നത് ഹിയോണും ലീസോരിയും എൻ്റെ ദൈവമേ എനിക്കിതിനെ ഇഷ്ടമാണോ അയ്യേ എന്നുള്ള രീതിയിൽ തന്നെ രണ്ടുപേരും എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ആ സമയം ദോഹ അപ്പം അങ്ങനെയൊന്നുമില്ലേ ഐ എം സോറി എന്ന് പറയാണ്. ആ ടൈമിന് ഹിയോൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടം എന്നെയല്ല എൻ്റെ ചേട്ടനെയാണെന്ന്. ആ സമയം ലീസോരി പെട്ടെന്ന് അതെന്തിനാ നീ ഇപ്പോൾ പറഞ്ഞത്, അത് നമ്മുടെ ഇടയിലുള്ള സീക്രട്ട് അല്ലേ എന്ന് പറയുന്നുണ്ട്. ദോഹ അപ്പോൾ നിൻ്റെ ചേട്ടൻ, ഞാൻ നിൻ്റെ ചേട്ടനെ ഇനിമേ പറയുമ്പോൾ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ലീസോരി ആ സമയം അവൻ്റെ ചേട്ടനെ കാണാൻ എന്ത് ലുക്കാണെന്നറിയോ, പൊള്ളിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ അത് പിന്നെ എങ്ങനെ വരാതിരിക്കും, എന്നെപ്പോലെയല്ലേ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ലീസോരി ഒന്ന് പോടാ, നിന്നെപ്പോലെയൊന്നുമല്ല, നിൻ്റെ ചേട്ടൻ നിന്നെക്കാളും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവൻ്റെ ചേട്ടനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ദോഹേനെ വിളിച്ചുകൊണ്ട് വാ നമുക്ക് പോവാമെന്ന് പറയും
കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ആ സമയം ലീസോരി നീയും ദോഹയും ഡേറ്റിംഗ് ആണെന്നുള്ള കാര്യം ഞാൻ സീക്രട്ടാക്കി വെച്ചിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറയുന്നുണ്ട്. അവളും ഓക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിനാണെങ്കിൽ കോളേജ് എൻട്രൻസ് എക്സാമിന് പഠിക്കാനായിട്ട് എന്നെ കൊണ്ടൊന്നും വയ്യേന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം ഹിയോണാണെങ്കിൽ ആ എക്സാമിന് ഇനി ഒത്തിരി ടൈമൊന്നും ഇല്ലയെന്നും പറയുന്നുണ്ട്. ആ സമയം ദോഹ ഹിയോണിൻ്റെ അടുത്ത് നിനക്ക് ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് ആ ഒരു കോളേജിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ശരിയാ ഞാൻ അത് മറന്നുപോയി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവന് പഠിക്കാനായിട്ട് ടീച്ചർ 2-3 ബുക്സും കൂടെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ടീച്ചറിൻ്റെ മുന്നിൽ ഇവനാണ് ടീച്ചറിൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട്. അത് ഓരോ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടെയാണ്. ടീച്ചർ അത് ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവന് പഠിക്കാനായിട്ട് മാത്രം ടീച്ചർ 2-3 ബുക്സ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന ടൈമിലാണ് ശ്രദ്ധിച്ചത് ഒരു ബുക്ക് ടീച്ചർ എടുക്കാൻ വിട്ടുപോയി. അത് ടീച്ചറിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവർക്ക് ക്ലാസ്സില്ല, അവധിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നാളെ നീ എൻ്റെ സ്ഥലത്തേക്കൊന്ന് വന്നിട്ട് ആ ബുക്ക് വാങ്ങാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ടീച്ചർ ഇവൻ്റെ ക്രഷാണ്. പിന്നെ ഫീലിങ്സ് മറന്ന് കളയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ടീച്ചറിനെ മീറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് ഉറപ്പായിട്ടും ഹിയോൺ പാഴാക്കി കളയത്തില്ല. അതുകൊണ്ട് ഹിയോൺ ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവനാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇടും എന്നൊക്കെ നോക്കിയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് കാഷ്വലായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ട് ടീച്ചർ പറഞ്ഞൊരു കഫേയിൽ ടീച്ചറിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടീച്ചറാണെങ്കിൽ ഇവന് വേണ്ടിയിട്ടൊരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബുക്കും കൊടുക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ടീച്ചർ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് അവൻ പതുക്കെ ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചർ ഇന്ന് വീക്കെൻഡ് അല്ലേ, ടീച്ചറിന് വേറെ പ്ലാൻസ് ഒന്നും ഇല്ലേ, ലൈക്ക് ഡേറ്റിംഗ് അങ്ങനെയൊന്നും ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ടീച്ചറാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോൾ നിങ്ങളെ ക്ലാസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കില്ലേ, ബിസിയാ, അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നിൻ്റെ കാര്യം എന്താ, നീ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ലേ, നീ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നിനക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന്, അതെന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അതൊന്നും ആയില്ല എന്നൊക്കെ പറയുമ്പോൾ ടീച്ചറാണെങ്കിൽ ഹിയോൺ നീ ഒരു നല്ല ബോയ് ഫ്രണ്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവർ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിന് ടീച്ചർ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ വേണ്ട ഞാൻ പഠിക്കാനായിട്ട് കഫേയിലോട്ട് ചെല്ലാമെന്ന് പറയാണ്. ആ സമയം ടീച്ചർ എങ്കിൽ ഓക്കെ നീ നന്നായിട്ട് പഠിക്കുന്നതൊക്കെ മണ്ടേ കാണാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയം ദോഹ അവനെ കോൾ ചെയ്യാണ്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നീ എന്താ എൻ്റെ മെസ്സേജ് ഒന്നും നോക്കാത്തേ, നീ ബിസി ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ഞാൻ പുറത്തായിരുന്നു, ഞാൻ ഇപ്പോൾ ടീച്ചറിനെ മീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ നീ ഇപ്പോഴും ടീച്ചറിൻ്റെ കൂടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹിയോൺ ഇല്ലല്ല ടീച്ചർ പോയി, ഞാൻ ഇനി പഠിക്കാനായിട്ട് കഫേയിലോട്ട് പോവാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ പിന്നീട് ഹിയോണാണെങ്കിൽ ദോഹയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ദോഹയുടെ റൂമിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ദോഹ എന്തു പറ്റി, നീ ടീച്ചറിനെ മീറ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും ഒരുമാതിരി ഇരിക്കുവാണല്ലോ, നീ വന്നപ്പോഴേ ഞാൻ അത് ശ്രദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ ടീച്ചർ നന്നായിട്ട് പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നു, അതുകൊണ്ട് ഞാൻ ഒരുമാതിരി ആയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയമാണ് ഹിയോണിൻ്റെ നെറ്റിയിൽ ഒരു മുറിവുള്ളതായിട്ട് ദോഹയ്ക്ക് തോന്നുന്നത്. അങ്ങനെ ദോഹ അത് ഞാൻ നോക്കട്ടെ, ഞാൻ ഇത് ഇരുമ്പേ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം നോക്കുകയാണ്. എന്നാൽ നോക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല, അത് ആക്ച്വലി ദോഹയ്ക്ക് തോന്നിയതായിരുന്നു. എന്നാൽ ആ സമയം അവനിങ്ങനെ നോക്കിയ സമയത്ത് അവർ ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ദോഹ പെട്ടെന്ന് ഇവനെ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദോഹ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പതുക്കെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഹിയോണാണെങ്കിൽ സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും ദോഹ അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വന്നിട്ട് ഹായ് എന്നൊക്കെ പറയും കൂടെ നടക്കുന്നതാണ്. ആ സമയം കഴിഞ്ഞ ദിവസം ഹിയോണാണെങ്കിൽ ദോഹയുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ടീച്ചർ അവൻ്റെ കയ്യിൽ കൊടുത്ത ആ ബുക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ദോഹയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ ആ ഒരു ബുക്ക് അവൻ എടുത്തുകൊണ്ട് പോകാൻ മറന്നു. അതുകൊണ്ട് തന്നെ ദോഹ അതിപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന ടൈമിന് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ ഹായ് ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹിയോണും ടീച്ചറും സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കും ദോഹയ്ക്ക് ജലസാവുന്നത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഹിയോണിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് ഒരു ഇൻ്റർവെൽ ടൈം ആകുമ്പോഴത്തേക്കും ടൈമിനും ഇവരും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ലീസോരിക്ക് ഹിയോണിൻ്റെ ചേട്ടനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഹിയോണാണെങ്കിൽ അങ്ങനെ ചേട്ടൻ്റെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇട്ടാൻ കളിയാക്കാണ്. അങ്ങനെ കളിയാക്കി വരുമ്പോഴത്തേക്കും അവസാനമാകുമ്പോൾ ലീസോരി കരയുവാണ്. ആ ടൈമിനാണ് കറക്റ്റ് ടീച്ചറും വരുന്നത്. ടീച്ചർ നോക്കുമ്പോഴത്തേക്കും ലീസോരി കരയുന്നു. അപ്പം തന്നെ ടീച്ചർ വിചാരിക്കുന്നുണ്ട് ഹിയോൺ അവളെ എന്തൊക്കെയോ കുറേ പറഞ്ഞു, എന്തോ പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോയിട്ട് ടീച്ചർ കുറേ ആയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ലീസോരീനെ പറഞ്ഞു വിട്ടിട്ട് ഹിയോണിൻ്റെ അടുത്ത് ഹിയോൺ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യുന്നൊരു പയ്യനല്ലല്ലോ, നീയല്ലേ ക്ലാസ് ലീഡർ, നീ നിൻ്റെ സീനിയർ ഇയറിലും അല്ലേ, നീ എല്ലാവർക്കും ഒരു റോൾ മോഡലായിട്ട് നിൽക്കേണ്ടതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. അവനാണെങ്കിൽ ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നല്ല സങ്കടവും വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവൻ ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും
സ്കൂൾ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ സ്റ്റുഡൻസും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ദോഹ ഇവന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വരുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇവന് കുടിക്കാനായിട്ടൊരു ചോക്ലേറ്റ് മിൽക്കൊക്കെ കൊടുത്തിട്ട് ടീച്ചർ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് വെച്ചപ്പോൾ ആ വഴക്ക് പറഞ്ഞു എന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ദോഹ അതൊന്നും കുഴപ്പമില്ല, നീ ഒരു നല്ല സ്റ്റുഡൻ്റ് അല്ലേ, എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ടീച്ചർ ആ ഒരു ഇതിൽ വഴക്ക് പറഞ്ഞതാ, അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ ബാഗ് എടുത്ത് വീട്ടിൽ പോകുന്നുണ്ട്. അതേസമയം ടീച്ചറിനെ കാണിക്കുമ്പോൾ ടീച്ചർ ഇപ്പോൾ ഓഫീസിൽ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, താൻ ഹിയോണിനെ വഴക്ക് പറഞ്ഞത് കൂടിപ്പോയോ, ഹിയോണിന് ഒരു പക്ഷേ നന്നായിട്ട് വിഷമമായിട്ടുണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.